ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഇപ്പോൾ ടാബോയിലാണ്. ഇപ്പോൾ രാവിലെ നേരത്തെ നീച്ചു, അമ്മൂനെ നേരത്തെ നീച്ചു. 6 മണിയായപ്പോൾ നീച്ച് ഞങ്ങൾ പോയി കുളിയൊക്കെ കഴിഞ്ഞു. -6 ഡിഗ്രിയിൽ വൈബായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ ഡൈനിങ് ഹാളിൽ ഒരു ഫർണസ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് ചൂടൊക്കെ പിടിച്ച് ഫോണൊക്കെ കളിച്ചിരുന്നു. പിന്നെ സമയം ഇപ്പോൾ ഏറെക്കുറെ 8 മണി. റെഡി ആയിട്ടില്ല, റെഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഓണർ എന്ന് വെച്ചാൽ ഇതൊക്കെ നോക്കി നടത്തുന്ന ആളുടെയാണ് പ്രോപ്പർട്ടി. ആളിനെ കുറിച്ച് ബുദ്ധിസത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചു. ആൾ ബുദ്ധ മധ്യ വന്ന ആളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ പറഞ്ഞു. ആ പ്രയർ വീലിനെ കുറിച്ചും ഇതിനെക്കുറിച്ച് കുറേ പറഞ്ഞു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, രാവിലെ ഞാൻ ഇതൊന്നും എടുക്കാതെ പോയത്. പിന്നെ റൂമിൽ നല്ല വ്യൂ കാണിച്ചു തരാം. ഇവിടെ എല്ലായിടത്തും നല്ല വ്യൂ ആണ്. ഏറെക്കുറെ 12,000 അടി മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അമ്മൂന് ഇന്നലെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ റെഡിയായി. ആൾട്ടിറ്റ്യൂഡ് സിക്നെസ്സൊക്കെ ഇന്ന് സെറ്റാണ് ആൾ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാസയ്ക്കാണ് പോകുന്നത്. അതിന് മുന്നേ കുറേ സൈറ്റ് സീയിങ് ഉണ്ട്. അങ്ങനെ കാസ ഇവിടുന്ന് 1.5 മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ കാസയിൽ. പക്ഷേ കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് സമയം എടുക്കും. സോ നമ്മൾ നിൽക്കുന്നത് ഒരു ഹോം സ്റ്റേ ആണ്. സിമിലർ ടു ഒരു ഹോസ്റ്റൽ വൈബ് കേട്ടോ. കണ്ടോ അർജുൻ കൂടെ റെഡി ആവുക. രാവിലെ വന്നിട്ട് കണ്ണാടീൻ്റെ ഉള്ളിൽ നിൽക്കാൻ തുടങ്ങിയ ഇതുവരെ ഒന്നും ആയിട്ടില്ല. നേരത്തെ ഇറങ്ങണം പറഞ്ഞിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത് കോമൺ ആയിട്ട് ഒരു മിററുള്ളൂ ഇവിടെ എല്ലാവർക്കും, ഈ 4-5 റൂമിന്. അപ്പോൾ എല്ലാവരും ഇതാ ഇങ്ങോട്ടും ഇങ്ങനെ വരിക. ഇതേ അമ്മു എന്താ ചെയ്യുന്നു. അവിടെ ഒരു ബാൽക്കണി ഉണ്ട്, ബാൽക്കണി വ്യൂ മനസ്സില്ല. ഓ നല്ല വെയിലായി. വെയിലത്ത് നിൽക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, ഇവിടെ നിന്ന് കാണാൻ പറ്റും തോന്നുന്നു മൊണാസ്ട്രീൻ്റെ ടോപ്പ്, ടാബോ മൊണാസ്ട്രി പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ ഒന്ന് അവിടെയൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ റൂമിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. അവിടെ എന്തോന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. മനസ്സിലാവുന്നില്ല. നല്ല നീല ആകാശമാണ് അവിടെ. ആപ്പിളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ സീസൺ അല്ലെങ്കിലും ചിലത് മരത്തിലൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആപ്പിൾ ഭയങ്കര സോഫ്റ്റാണ്. 2 മോഡൽ ആപ്പിളുണ്ട്. സോഫ്റ്റ് ഒന്ന് ഒരു ക്രഞ്ചി. ഇതായി ആ നടന്നു പോകണമാണ് ഇവിടുത്തെ ആൾ. ആളാണ് നമുക്ക് രാവിലെ ബുദ്ധിനൊക്കെ കുറിച്ച് പറഞ്ഞു തന്നെ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. ഫുഡ് കഴിച്ചിട്ട് ഞാനും കൂടി മൊണാസ്ട്രിക്ക് പോകും. റെഡി ആവുന്നേ ഉള്ളൂ. സാമും റെഡി ആയിട്ടില്ല. നോക്കിയോട്ടെ. തണുപ്പത്ത് ചോക്ലേറ്റ് നല്ല പറഞ്ഞിട്ട് ഡയറി മിൽക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ പരിപാടി. ഇതേ ഇവിടെ കാണുന്ന സാധനം കണ്ടോ, അതാണ് ടാബോ മൊണാസ്ട്രി. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങാം. മറ്റേ ടാബോ മൊണാസ്ട്രിയില്ലേ, അത് കാണാൻ വേണ്ടി പോവാണ്. റെഡിയൊക്കെ ആയിട്ടോ. നല്ല വെയിൽ മീൻസ് ടാൻ അടിക്കാൻ പറ്റിയ വെയിലുണ്ട്. പിന്നെ ഗ്ലാസ്സൊക്കെ ഇട്ടെ. ഇവിടുത്തെ ആളാണ്. അവിടെ ഫുൾ അവർ ഇതാക്കിയിരിക്കുക. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇവരിവിടെയൊക്കെ പുകച്ചുണ്ട് ഗൈസ്. എല്ലാം കത്തിക്കുക തോന്നുന്നു, ചൂടാക്കുക. മുതേ റെഡി ആയിട്ട് നടക്കുന്നു. ഒരു കാണാല്ലേ മുന്നേ. ഇപ്പോൾ ഗൈസ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങിയിട്ടോ. മൊണാസ്ട്രിയിൽ നമുക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അതാ കുറച്ച് വഴുകി. അപ്പോൾ അതാ അങ്ങോട്ട് നടക്കുക. ഇതാണ് ടാബോ. ചെറിയൊരു ടൗണല്ല, വില്ലേജ്. ഇതിൻ്റെയാണ് ഞാൻ പറഞ്ഞത് 4 പുറം മൗണ്ടെയ്ൻസും കൊണ്ട് മൂടി നിൽക്കുക. വിൻ്ററാകുമ്പോൾ നൈസാവും കേട്ടോ. ഇതൊക്കെ ഇഴ പൊഴിഞ്ഞിട്ട് വിൻ്ററിന് വേണ്ടി റെഡിയായി നിൽക്കുക. നമുക്ക് മഞ്ഞ കളറായിട്ടുണ്ട്. ഇവിടെ നടക്കാനുള്ളതേ ഉള്ളൂ, 3 മിനിറ്റ്. അപ്പം ഇനി മൊണാസ്ട്രി എത്തിയിട്ട് കാണിക്കാം. എല്ലാവരും റെഡി ആയി. അതെ നമ്മൾ റെഡി ആയിരുന്നു. ഓരോ സ്കൂളും അവിടുത്തെ കളിച്ചുകൊണ്ട് നിൽക്കുക പിള്ളേർ രാവിലെ തന്നെ. എനിക്ക് അർജുനും സാമും ഫ്രണ്ടിൽ നടക്കണം. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഈ ഗ്രാമത്തിലുള്ള സൂപ്പർ മാർക്കറ്റാണ് ഗൈസ്. ഓം സായി ട്രേഡിങ് ആൻഡ് കോ. എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു ഗൈസ്. ഈ സൈഡിൽ കാണുന്ന വട്ടങ്ങളല്ലേ, ഇതാണ് 8 സിംബൽ ഓഫ് ലക്സ്. അങ്ങനെയാണ് അവരതിനെ പറയുന്നത്. ഇതൊക്കെ ഒന്ന് രാവിലെ ബയ്യ പറഞ്ഞതാണ്. അപ്പോൾ ഗൈസ്
ഈ ജംഗ്ഷൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ആ മൊണാസ്ട്രീൻ്റെ എൻട്രി. ഇതാ നമ്മൾ രാത്രി കൂടെ നടന്നായിരുന്നു കേട്ടോ. ഇതിൻ്റെ ചുറ്റും കുഴപ്പമുണ്ട്. അതും കഴിപ്പം ഉണ്ടാവുള്ള എടുക്കുന്നുണ്ട്. 8 സിംബൽ. ഓ വൈബ്. കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ട്രാവലറിൽ കുറച്ച് ആൾക്കാർ വന്നു. ഗ്രൂപ്പ് ടൂറുകളൊന്നും വരില്ല. അപ്പോൾ അവരുണ്ട്, പിന്നെ ഞങ്ങളും പോകുന്നുണ്ട്. അവിടെ ഫുൾ പട്ടിക്കുട്ടികൾ. നല്ല വൈബാണ്. നല്ല പോകാൻ ആൾക്കാൻ നല്ല കമ്പനി എല്ലാവരും. ഇൻസ്റ്റയിൽ കൂടെ വിളിച്ചോ ഗൈസ്. സാമിനെ കാണാനില്ല. നമ്മൾ പോകാൻ വേണ്ടി ഓൾഡ് മൊണസ്ട്രിക്കാണ്. അതാണ് തുറക്കുള്ളൂ. ഇവിടെ ഗുരുജി ഇല്ലാന്ന് പറഞ്ഞു. ഇതങ്ങനെ തുറക്കാറില്ല. ഇതിനകത്ത് ഒന്നുമില്ല. ഓ ഐ സി. അത് ഓൾഡ് മൊണസ്ട്രിക്കുള്ള വഴി കാണിക്കുന്നു. 996ത്തെ മൊണസ്ട്രിയാണ് ഗൈസ്. പിന്നെന്തേ പ്രയർ വീൽ. ഇതാണ് ടാബോ മൊണസ്ട്രി, ഓൾഡ് വൺ. ഓപ്പണിംഗ് ടൈമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി ഉണ്ടോ? 3,280 മീറ്റേഴ്സ് ആൾട്ടിറ്റ്യൂഡിലാണ് അത് നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് 12,000 ഫീറ്റ്. നമുക്ക് ഉള്ളോട്ട് പോയി നോക്കാം. ഇവിടെയുണ്ട് പ്രയർ വീൽസ് കേട്ടോ. ഇത് ഗുഡ് ലക്ക് വരും എന്നുള്ളത് വിശ്വാസത്തിലൊക്കെ ചെയ്യുന്നത്. ഞാൻ അവിടെ ഷൂ ഒക്കെ അയച്ച് ഉള്ളിൽ കയറണം. മിക്കവാറും ഫോട്ടോഗ്രാഫി ഇൻവോൾവില്ല. അപ്പം ഞാൻ ഉള്ളിൽ കയറിയിട്ട് വരാം. ഗായ്സ്, അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തൊരു 4 അമ്പലത്തിൻ്റെ അകത്ത് പോയിട്ടുണ്ട്. അമ്പലം, അതായത് ഇവരുടെ മോൺസ്ട്രി. എല്ലാത്തിലും ബുദ്ധേൻ്റെ ഓരോ മാറിയിട്ടുള്ള രൂപങ്ങൾ പോലെ നമ്മൾ പറയാം. ഒരെണ്ണം ഗോൾഡൻ ടെമ്പിളായിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് ഫ്യൂച്ചർ ബുദ്ധ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ സ്തൂപ എന്ന് പറയും. പിന്നെ ആ കല്ലുകൾ കാണാമല്ലേ, അതിൽ നമ്മളിങ്ങനെ ഓം നമോ നാരായണ എന്ന് എഴുതിയിടല്ലേ, അതുപോലെ ബുദ്ധേൻ്റെ മന്ത്രങ്ങൾ എഴുതി വെച്ച്. പിന്നെ സ്തൂപേൻ്റെ അകത്തൊക്കെ ആയിരക്കണക്കിന് ബുദ്ധേൻ്റെ സ്റ്റാച്യൂസ് ഉണ്ടെന്നാണ് പറയണത്. ഇത് മൊത്തം ഉണ്ടാക്കിയേക്കണ മണ്ണും കൊണ്ടാണ്. പിന്നെ ഈ ബുദ്ധേൻ്റെ ഇതിൻ്റെ അകത്ത് ഒരു നമ്മുടെ പോലെ തന്നെ ഒരു ഗണപതിൻ്റെ ഇതുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ നമ്മളുടെ ആയിട്ട് കോമൺ ആയിട്ടുള്ളത് കണ്ടത്. അപ്പോൾ ഗൈസ്, ടാബോ മൊണസ്ട്രി കഴിഞ്ഞു. ഇനി നമ്മൾ ടാബോന് വിട പറഞ്ഞ് അടുത്ത മൊണസ്ട്രിക്ക് പോവാം. അഭി കോൺസ മൊണസ്ട്രി ഭയ്യ? അപ്പോൾ നമ്മൾ മൊണസ്ട്രിക്ക് പോയിട്ട് കാണാം. പിന്നെ ഫുള്ള് മൊണസ്ട്രി വിസിറ്റ്സ് ആണ് കൂടുതലും. അപ്പോൾ ഇതാണ് ടാബോ ടൗൺ. നമ്മൾ നേരത്തെ കണ്ട മൊണസ്ട്രീൻ്റെ ഭാഗം. പിന്നെ അവിടെയും കുറേ റെസിഡൻഷ്യൽ ഏരിയയൊക്കെയാണ്. കൂടുതലും ടൂറിസ്റ്റേഴ്സ് അങ്ങോട്ടാണ് വന്ന് താമസമൊക്കെ ചെയ്യാം. അവിടുത്തെ മതിലൊക്കെ കണ്ടോ, കരിങ്കല്ലും കൊണ്ടാണ് കെട്ടിയിരിക്കണേ. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ അവരങ്ങനെ പൊട്ടിച്ചെടുത്തേക്കുക. എന്നിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് എല്ലാ മരത്തിൽ നിന്നും ഇല കൊഴിഞ്ഞ് നിൽക്കുക. വിൻ്റർ ഇസ് കമ്മിങ് എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റ്. ഇപ്പോൾ ടാബോന്ന് കാസ പോകുന്ന വഴി. അത് ഇവിടുന്ന് ലൈക്ക് അറൗണ്ട് 1.5 hours, 46 kilometers വൺ ഡേ. ടാബോ ബ്രിഡ്ജാണ് ഗൈസ്. ടാബോ ബ്രിഡ്ജ്. ടാബോ ബ്രിഡ്ജ് കടന്നു പോകുന്നു. അവിടെ മഞ്ഞമല കാണാനുണ്ടോ മുകളിൽ? പേര് ഇവിടെ കാണുന്നുണ്ടോ? അപ്പുറം സൈഡ് കിട്ടിയില്ല. വ്യൂ ആ സ്പിത്തി റിവറിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോകുന്നത്. റോഡ് ഇപ്പോൾ നേരമാണ് കേട്ടോ. കാസ വരെ നേര റോഡാണ്. റോഡൊക്കെ മോശമൊന്നുമില്ല, വലിപ്പം കുറവാന്നുള്ളൂ.
വെയിലാണ്, വെയില് ഇതിനുള്ള. കൈ അടഞ്ഞു തൊടാൻ തോന്നുന്നു വെള്ളം. ഓ ഇതൊക്കെ സോളാർ പാനൽ അല്ലേ? യെസ്, ഇലക്ട്രിസിറ്റി ക്രിയേഷൻ. മഴയുള്ള ഗാവിക്കൊക്കെ ഉണ്ടാക്കുന്ന അതൊക്കെ സോളാറാണ് കൂടുതലും. വിൻഡ് എനർജി, സോളാർ. പക്ഷെ ഇലക്ട്രിസിറ്റി കണ്ടുപിടിയുണ്ട് കേട്ടോ, എല്ലായിടത്തും ഈ ടവർ പോകുന്നുണ്ട്. എത്ര ദൂരാ. ഇവിടുന്ന് ഡ്രോൺ എടുത്താലോ? വണ്ടി പോണായിട്ട് ഷൂട്ട് എടുക്കാം. ഡ്രോൺ ഷോട്ട് ലേയോ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ വൈൽഡ് ഗോഡ്സ് എന്ന് പറയും, എന്ത് പേരുണ്ട് കിട്ടുന്നില്ല, നമ്മുടെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതും കണ്ടു പോരുക. കുറേ ആൾക്കാർ ഇവരാണ് നമ്മൾ സൈറ്റ് ചെയ്ത് കാണിച്ചു തന്നെ. അർജുൻ്റെ S24 എടുത്തിട്ടുണ്ട്, സൂം ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ഇട്ടേക്കാം. അവിടെയാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ മുകളിൽ കാണാൻ പറ്റില്ല അതിൽ അപ്പോൾ ഞാൻ എന്താ എവിടെയെന്നറിയോ, ഒന്നുമില്ല അവിടെ, ഫുൾ കാലിയായിട്ട് നിൽക്കുക. എല്ലാവരും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. അപ്പോൾ ഗൈസ്, നമ്മളവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതേ ഇവിടെ നിന്ന് ഇറങ്ങി. വീണ്ടും അതേപോലത്തെ വഴിക്ക് ഞങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കണം. ഗൈസ്, അവിടെ നിന്നുണ്ടോ വെള്ളം ഒഴുകി വരുന്നേ, മലയുടെ മുകളിൽ നിന്ന് വരുമോ. അതായത് സ്പിത്തി റിവറിലായിട്ട് നമ്മളിതിൻ്റെ തീരത്ത് കൂടെയാണ് പോക്ക് മൊത്തം. ഇത്രയും നേരം സത്ലജ് ആയിരുന്നു ഇന്നലെ വരെ, ഇന്ന് മുതൽ സ്പിത്തി റിവറാണ്. ആ ഗൈസ്, സുക്കൂൻ. നോക്ക് മലകളല്ലേ, എന്താ മലകൾ. ഇന്നും കുളിക്കാൻ പറ്റും തോന്നുന്നില്ല ഗൈസ്. ഇന്നും ഗൈസ്, അർജുൻ 2-3 ദിവസമായി കുളിച്ചിട്ട് തള്ളി വിടാലോ. നമ്മൾ മൊണാസ്ട്രി വഴിക്ക് കയറി, ഇതാ അവിടെ താഴ്ത്തി കൂടെ വേറെ റോഡ് കൊണ്ട് നമ്മൾ ഇപ്പുറത്തെ കൂടെ തിരിഞ്ഞ് കയറി മുകളിലോട്ട്. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, ഒരു രക്ഷയില്ലാത്ത ലാൻഡ്സ്കേപ്പ്. വൈബായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല തണുത്ത കാറ്റ് പുറത്ത്. ഓ ഓ ഓ ആ റിവർ കണ്ടോ, അവിടെ നിന്ന് അങ്ങനെ പോയി അപ്പുറത്ത് കൂടെ പോയി ഇങ്ങനെ പോകുന്നു. അല്ലല്ല, പോണ്ട് ഒഴുക്കുണ്ട്, ഫ്രോസൺ ആയിട്ടില്ല. പച്ച കളർ കാണോ, വൈറ്റ്. ഗൈസ്, ആ മുകളിൽ കാണുന്ന മൊണാസ്ട്രിക്ക് നമ്മൾ പോകണം. We are climbing guys, we are climbing. ഓ ഇഞ്ഞതാ അതാ കയറാമോളൂ, അവിടെ വരെ കയറണം ഗൈസ്. ഈ മുകളിൽ കട്ടക്കട്ടക്ക് അത് ഞാൻ ആലോചിച്ചുണ്ടാക്കുക. നമ്മളപ്പോ ആ സ്നോ മൗണ്ടെയ്ൻസിന്റെ ലെവലിലെത്തി. ഏറെക്കുറെ പോയി ഇത്രയും നേരം മുകളിൽ ഇങ്ങനെ കാണും, അപ്പൊ അതിന്റെ അതേ ലെവലിലാണ്. പക്ഷെ നമ്മൾ ഇനിയും കയറാണ്ട് മുകളിലോട്ട്. ഡങ്കറിലെത്തി. ഡങ്കർ മൊണാസ്ട്രീൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഇതിന്റെ എൻട്രൻസ് ഇതാ. അപ്പോൾ ഗൈസ്, നമ്മളിത് അതിൻ്റെ ഉള്ളിലോട്ട് കയറി.
വാവ് ശരിയല്ലേ മുകളിലോട്ട് കയറാണ്ട് ഇതിൻ്റെ മുകളിലൊരു തീന്. ഇപ്പോൾ ഗൈസ് കുത്തനുള്ള കയറ്റാണ്. ഇവിടെയുണ്ട് ഹോളി വീൽ, നമുക്ക് കറക്കിയിട്ട് കയറാം. ഫോർ ഗുഡ് ലക്ക്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീണ്ടും കയറുകയാണ് മുകളിലേക്ക്. ഷൂസ് അവിടെ ഊരി വെച്ച് പോന്നു. ഇതവും വഴി ഇങ്ങോട്ട് പോവാം. മോടെ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡാണോ? ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ഇത് മൊണാസ്ട്രിയുടെ ഉള്ളിൽ ഭാഗം കേട്ടോ. ഇങ്ങനെ ഓരോ ലേയേഴ്സ് ആയിട്ടാണ് തോന്നുന്നു. ഓരോ നിലയിൽ അങ്ങനെ ഓരോ പ്രതിഷ്ഠ. നമ്മൾ വീണ്ടും മുകളിൽ കയറി താഴെ നോക്കിക്കോ. അമ്മൂന്ന് ബിസ്കേഡ് ഹൈറ്റ് കുറഞ്ഞു വരുവാണല്ലോ. ഓ തലട്ടി നൈസ്. ഇവിടെ കുഞ്ഞ് നടക്കണം. ഇതുണ്ടോ ഇങ്ങനെ നടക്കണം, തലമുട്ടി നേരത്തെ അർജുന കാണിച്ചാണ്. അതെ ആ കുനി. ഇവിടെ ഒരു അടുക്കള ഉണ്ട് ഗൈസ്. നമ്മൾ കയറി മുകളിലെത്തി. മൂന്നാമത്തെ നില വളരെ ആടിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഡിറ്റേഷൻ കേവാണ് ഗൈസ്. ഇതൊക്കെ കൊണ്ട് കോയിൻ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നിങ്ങൾ പുറത്തേക്ക് കേവ് പോലെയായിരുന്നു ആ സെറ്റപ്പ് കണ്ടോ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഗൈസ് ഇതിൻ്റെ മുകളിൽ കയറി ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തതാ. താഴോട്ട് പോകട്ടോ. അർജുൻ ദേവുള്ള മുകളിൽ നിന്ന് ഇറങ്ങി വരും. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു മുകളിൽ കയറി നിന്നിട്ട്. അമ്മും സാമും അതാ അങ്ങോട്ട് പോയേ. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോ. അപ്പോൾ അവിടുന്ന് പോവാം. ഞങ്ങൾ നടക്കുക. ഇനി തിരിച്ച് എന്താ പറയുക പാർക്കിങ്ങിന് അങ്ങോട്ട് പോയിട്ട് ലേക്കിന് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഹിമാൻഷു പോയി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പോയി അങ്ങോട്ടെ. ഇതായിരുന്നു ആ മൊണാസ്ട്രി. അതിന് ബാക്കിൽ നിന്ന് പിക്ക് എടുത്തത്. ഇപ്പോൾ ഗൈസ് ഇനി ബോയ്സ് ഓൺലി ട്രിപ്പാണ് കുറച്ച് നേരം. അവർക്ക് കയറ്റം കയറാൻ വയ്യ പറഞ്ഞിട്ട് വണ്ടി കയറി ഇരിക്കുക രണ്ടാളും കൂടി. ദേ കുത്തനുള്ള കയറ്റം ഇന്ന് ഇങ്ങോട്ട്. ആ മൊണാസ്ട്രി കഴിഞ്ഞു. ഇവിടെ മുകളിൽ ഫോട്ടോ എടുക്കാൻ നല്ലതാണെന്നും പിന്നെന്താ എന്തൊക്കെയുണ്ട് ഇത്ര. ഹിമാൻഷു ഭായി ആദ്യം ഇതിൻ്റെ മുകളിൽ പോയിരിക്കുന്നുണ്ട്. ഞങ്ങളും അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക. ക്ഷണിച്ചു. നിങ്ങളിതാ കയറി എല്ലാം കയറിയണം കേട്ടോ. ഇത്രയും മുകളിലെത്തി. നേരത്തെ പോയ മൊണാസ്ട്രീൻ്റെ മുകളിലത്തെ ഭാഗത്തെത്തി. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അയ്യോ ശ്വാസം ബാക്കി കിട്ടുന്നുള്ളൂ, കഥയ്ക്കുന്നുള്ളൂ. അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്ര ഹൈറ്റിൽ കയറി വന്നല്ലേ അതിൻ്റെയും. അത് അവിടെ നിന്നുള്ള വ്യൂ ആ ചെറുതായിട്ടൊരു വര പോലെ കാണുന്നത് സ്പിത്തി റിവറാണ്. ഓ ഇപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നൊഴിക്ക് തന്നെ. അപ്പോൾ ഗൈസ് നമ്മൾ ദങ്കർ കഴിഞ്ഞ് തിരിച്ച് താഴോട്ട് ഇറങ്ങി പോവുകയാണ്. ഈ സ്ഥലമായിരുന്നു അത്. ഇപ്പോൾ ഇതാ ഇപ്പോൾ പക്ഷേ റോഡ് ഭയങ്കര മോശമായിട്ടോ. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡ് കൂടെ ഇറങ്ങിപ്പോകണം, കയറിയ വഴിക്കല്ല. ഓ മൗണ്ടെയിൻസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഇറക്കൊക്കെ ഇറങ്ങി വന്ന് ദ റിവർ ക്രോസിങ്ങിലെത്താനായി താഴെത്താറായിരിക്കുന്നു. മനസ്സിലാ അതോ റിവറിൻ്റെ അടുത്തെത്തി. ഇറങ്ങി സ്പിത്തി റിവർ.
അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ഒരു റിവർ സൈഡിലെത്തി. വണ്ടിയൊക്കെ ഇറക്കാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. നമ്മളൊക്കെ വരുവാണെങ്കിൽ ടാബോന്ന് കാസേ പോകുന്ന വഴിക്ക് ഉള്ളൊരു സ്ഥലമാണിത്. ഇതുണ്ടോ ആൾക്കാരൊക്കെ അത് വണ്ടിയൊക്കെ അറ്റത്തോണ്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സ്പിറ്റി വാലിയാണ് 4 പുറം. നമ്മുടെ വണ്ടി അവിടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ആ ലൊക്കേഷനിൽ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. ഇനി നേരെ കാസ, അവിടെ നിന്ന് ഫുഡും സ്റ്റേയും. മോനെ ക്ലൗഡ്സ് മെസ്സി വഴിയുണ്ടോ? അത് നൈസായിട്ടില്ലേ അവിടെ എഴുതിയിട്ട്. കാസ് എത്ര കിലോമീറ്ററാണ്? ഓ ലൊസാറാണ്. ലൊസാറിൽ നമ്മൾ പോകണില്ല. കാസിന് ഒരുമാറ്റി 8 കിലോമീറ്ററൊക്കെ കാണും. 5.9 കിലോമീറ്റർ 10 മിനിറ്റിലെത്തും. ഇതുണ്ടോ എന്തോ ഒരു കൃഷിക്ക് വേണ്ടി ഒഴുകുന്ന ഉഴുതു മറിച്ച് വെച്ചിട്ടുണ്ട് അവിടെ സ്ഥലങ്ങളൊക്കെ. എന്തിനാണാവോ? അവിടെയൊക്കെ മരങ്ങൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കുക. ഒറ്റ ഇല പോലില്ല ഒന്നിലും. പക്ഷെ കാണാൻ നല്ല ചന്തം കിട്ടും അങ്ങനെ ആയാലും. ഗൈസ് അതെന്താണെന്ന് മനസ്സിലാവില്ല. മഞ്ഞ് പോലെ ഉണ്ട് ആ റിവറിൻ്റെ മുകളിൽ. കരച്ച് വെച്ച പോലെ ഉണ്ട് ഇപ്പോൾ. ക്ലൗഡ്സും മൗണ്ടെയ്ൻസും ഒക്കെ. ഓ ഇത് അടുത്ത് ഒരു വില്ലേജ് കയറുന്നത് ഇത് കാസയാണ്. യെസ് വി ആർ എൻട്രിങ് കാസ. ആണോ? ഓ സൂപ്പർ. കാസയിൽ കയറി ഗൈസ് നമ്മൾ കാസയിൽ കയറി. ആ കവാടം കഴിഞ്ഞപ്പോൾ കാസ എത്തി. ഇവിടെയൊക്കെ അതോ ഹെലിപ്പാഡ് ഉണ്ട്. ഇതോ കാണുന്ന ഹെലിപ്പാഡാണ്. ആ കാണുന്നതാണ് ടൗൺ, കാസ ടൗൺ. കുറേ ഹോം സ്റ്റേസിൻ്റെ ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ആ മൗണ്ടെയ്ൻസ് ഉണ്ടോ? സൂപ്പർ. അപ്പോൾ ഗൈസ് ഞങ്ങൾ കാസയിൽ ഞങ്ങളുടെ സ്റ്റേയിലെത്തി. നമ്മൾ ഒതൻറ്റിക് ടച്ചുള്ള റൂമാണ് കണ്ടോ. ഈ സൈഡിൽ ഒരു ബെഡുണ്ട്, ഒരു കൗച്ചുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ഗുഡ് വൺ. അപ്പോൾ ഗൈസ്